വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ ഡ്രൈവറും യാത്രക്കാരും നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിക്കുക. ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ മദ്യപിച്ചുകൊണ്ടോ വാഹനം ഓടിക്കരുത്. ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കൂ. ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്ന് കാർ ഡ്രൈവിംഗിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരുപാട് പേർക്ക് തുടക്കത്തിൽ കാർ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് വണ്ടി റോഡിൽ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പലപ്പോഴും ടയറിൻ്റെ പൊസിഷൻ ഒന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കഴിയുമ്പോൾ എങ്ങനെയാണ് പിന്നീട് റൈറ്റ് സൈഡിലേക്ക് എന്നുള്ളൊരു ചിന്ത പല ആൾക്കാർക്കും വരത്തില്ല. ഓരോ സൈഡിലേക്കും പോകുമ്പോഴാണ് എൻ്റെ വണ്ടി ആ ഒരു സൈഡിലേക്ക് പോയി എന്നുള്ളൊരു ഐഡിയ പല ആൾക്കാർക്കും കിട്ടുന്നത്. എന്നാൽ ഡ്രൈവിങ്ങിൽ നമ്മൾ ഒരു വണ്ടി റോഡിൽ നന്നായിട്ട് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ വളഞ്ഞു പുളഞ്ഞു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഡ്രൈവിങ്ങിൽ ചെയ്താൽ മതി. അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പതിവ് പോലെ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ ഒന്ന് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണം ചെയ്യും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തിയിടുക. അപ്പോൾ ഞാൻ ഇത്തരത്തിലിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. ഒപ്പം നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇടുക്കി കട്ടപ്പനയിൽ എനിക്കൊരു ഡ്രൈവിംഗ് സ്കൂളുണ്ട്. അവിടെ പ്രാക്ടീസ് നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എൻ്റെ ഡ്രൈവിംഗ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അത് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. വണ്ടി ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 പോയിന്റ്സ് ആദ്യം തന്നെ ഞാൻ പറയാം. അതായത് നമ്മളുടെ ഒരു വാഹനം റോഡിൽ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ പാർക്ക് ചെയ്തേക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ 3-4 കാര്യങ്ങൾ റോഡിൽ നമ്മളുടെ വാഹനം സ്റ്റഡി ആയിട്ട് കിട്ടാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ്, നമ്മൾ കൃത്യമായിട്ടും ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുക. ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത് പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നമ്മുടെ വണ്ടി ലെഫ്റ്റിൽ നിന്ന് റൈറ്റ് എടുക്കുക എന്ന് അറിയിക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു. റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ഇനി നിങ്ങൾ വാഹനം എടുക്കുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ലെഫ്റ്റിലാണ് പാർക്ക് ചെയ്യുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ സ്റ്റിയറിംഗ് ഒരു റൗണ്ട് വലത്തെ സൈഡിലേക്ക് ഒന്ന് തിരിക്കുക. എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ പതുക്കെ കൊടുത്തെടുക്കണം. ഓക്കെ, ഒരു കാരണവശാലും ആക്സിലറേഷൻ കൂടുതലായിട്ട് കൊടുക്കരുത്. പതുക്കെ കൊടുത്ത് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുക. വണ്ടി മൂവ് ആയി കഴിഞ്ഞാൽ ആക്സിലറേഷൻ നിങ്ങൾ കുറയ്ക്കണം. ഓക്കെ, കുറച്ചാൽ ഉടൻ തന്നെ ചെയ്യേണ്ടത് സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് ഓടിക്കണം. അതായത് വലത്തെ സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ എടുക്കുകയാണ്. ഇതേ വലത്തെ സൈഡിലേക്ക് നമ്മൾ ഇങ്ങനെ എടുക്കുന്നു, ഇങ്ങനെ റോഡിലേക്ക് കയറി, എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക. എന്നിട്ട് സ്റ്റിയറിംഗ് ഇടത്തെ സൈഡിലേക്ക് ആക്കുക. അപ്പോൾ സ്പീഡ് കുറഞ്ഞു, നോക്കുക, സ്പീഡ് കുറഞ്ഞു, നമ്മുടെ വണ്ടി ഇടത്തെ സൈഡിലേക്ക് ഓൾറെഡി വന്നു. ഓക്കെ, ഇനി നിങ്ങൾ വളഞ്ഞു പൊളിഞ്ഞു പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. പുറകിൽ 1-2 വണ്ടിയുണ്ട്. ഞാൻ അവരെ ഒന്ന് കയറ്റി വിട്ടതിന് ശേഷം അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ നോക്കുക. അതായത് ഒരുപാട് പേർക്കുള്ള ഒരു പ്രോബ്ലമാണ്, ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഇപ്പം ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് തിരിക്കണം. അതെ, ഇങ്ങനെ അങ്ങ് തിരിച്ചിങ്ങനെ വന്നിട്ട് ഈ വണ്ടി ഈ റോഡിൻ്റെ അറ്റം വരുമ്പോഴാണ് വീണ്ടും റൈറ്റ് സൈഡിലേക്ക് വരുന്നത്. എന്നിട്ട് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ പോകും. എന്നിട്ട് ഇപ്പോൾ ആളിൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ വീണ്ടും ഇങ്ങോട്ട് തിരിക്കും. എന്നിട്ട് ഇത് ഇവിടെ റോഡിൻ്റെ അറ്റം വരുമ്പോൾ വീണ്ടും റൈറ്റ് സൈഡിലേക്ക് പിടിക്കും. ഇങ്ങനെ ഒരു രീതിയാണ് പല ആൾക്കാരും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണ്, ഒരു സൈഡിലേക്ക് നമ്മൾ തിരിച്ചു പിടിച്ചിട്ട് നിവർത്തുന്നത് ആ സൈഡിലേക്ക് നമ്മുടെ വണ്ടി ഒരുപാട് പോയതിന് ശേഷമാണ്. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, അത്രയും പോകാനായിട്ട് നിങ്ങൾ ലേറ്റ് ആകരുത്. ഇപ്പം നമ്മൾ ഇങ്ങനെ വണ്ടി ഫസ്റ്റ് ഗിയർ കൊടുത്തു, സെക്കൻഡ് കൊടുത്ത് നമ്മളിങ്ങനെ വരുവാണ്. കൈ ഇങ്ങനെ തന്നെ സ്റ്റിയറിംഗിൽ പിടിക്കണം. ഓക്കെ, ഇങ്ങനെ പിടിക്കുക. ഒരുപാട് ബലമൊന്നും കൊടുക്കാനും പാടില്ല. ഇങ്ങനെ നമ്മൾ ജസ്റ്റ് പിടിക്കുന്നു. ഓക്കെ, ഇപ്പോൾ അവിടെ നിന്നൊരു വാഹനം വരുന്നുണ്ട്. അത് റൈറ്റ് സൈഡിലേക്ക്, ഈ ഒരു സൈഡിലേക്ക്, ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞു പോവാണ്. ഓക്കെ, ഇപ്പം ഞാനിത് ഇങ്ങനെ സ്റ്റിയറിംഗ് തിരിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഇങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പം നമ്മുടെ വണ്ടി ഇങ്ങനെ കറക്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ, ഇങ്ങനെ പോകുമ്പോൾ ഇത് അവിടെ ഒരു വളവ് വന്നു. വളവ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, വളവിനോട് അടുത്ത് വരുമ്പോൾ ഇതേ ഇങ്ങനെ പതിയെ സ്റ്റിയറിംഗ് തിരിച്ചു കൊടുക്കണം. ഒരുപാട് തിരിക്കരുത്. ഒരു വളവ് കാണുമ്പോൾ ഇതേ ഇങ്ങനെ പതിയെ തിരിച്ച് വളവ് നേരെയായാൽ ഉടൻ തന്നെ സ്റ്റിയറിംഗ് നേരെയാക്കണം. അത് നിങ്ങൾ മറന്നുപോകും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതായത് ഒരു സൈഡിലേക്ക് സ്റ്റിയറിംഗ് തിരിച്ചിട്ട് വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് തിരിക്കാനായിട്ട് നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ലെഫ്റ്റിൽ നിന്ന് ഞാനിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചാൽ ഉടൻ തന്നെ റോഡ് സ്ട്രെയിറ്റ് ആയാൽ നമ്മൾ വീണ്ടും സ്റ്റിയറിംഗ് നേരെയാക്കി കൊടുക്കണം. ഇതേ ഞാനിവിടെ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിച്ചിങ്ങനെ വന്നു, വീണ്ടും സ്റ്റിയറിംഗ് നേരെയാക്കി. ഇത് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ എന്ത് ചെയ്യും, ഒരു സൈഡിലേക്ക് തന്നെ തിരിച്ചു പിടിക്കും. അതായത് ഇപ്പോൾ ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ സ്ട്രൈറ്റ് റോഡാണ്. സ്ട്രൈറ്റ് റോഡിൽ ഒരു പ്രോബ്ലം ഇല്ല, ഇങ്ങനെ തന്നെ പോകാൻ കഴിയും. ഇങ്ങനെ പോയിട്ട് ചെറിയൊരു വളവ് വരുവാണ്. ചെറിയൊരു വളവ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഇപ്പോൾ ഇവിടെ ചെറിയൊരു വളവുണ്ട്. വളവ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, കുറച്ച് ഇങ്ങനെ അങ്ങ് പിടിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് ഈ വളവിനോട് അടുത്ത് ഇങ്ങനെ തന്നെ അങ്ങ് പോകും. എന്നിട്ട് ഈ വണ്ടി ഈ കുഴിയുടെ വെളിയിലേക്കൊക്കെ ആകുന്ന സമയത്താണ് പിന്നെ റൈറ്റ് സൈഡിലേക്ക് കൂടുതൽ തിരിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ വണ്ടി എന്ത് ചെയ്യും, ഇങ്ങോട്ട് പോകും. അപ്പോൾ എന്ത് ചെയ്യണം, കുറച്ച് തിരിച്ചു കൊടുക്കുക. തിരിച്ചാൽ ഉടൻ തന്നെ നേരെയാക്കണം എന്നുള്ള ഒരു
മൈൻഡ് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക. എന്നിട്ട് സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ഇങ്ങനെ എടുത്തെടുത്ത് തിരിക്കുക. ഇനി അതുപോലെ തന്നെ ശ്രദ്ധിക്കണം മറ്റൊരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാഹനം പതുക്കെ ഓടിക്കാൻ പഠിക്കണം. ഞാൻ അതാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ട് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു വാഹനം പതുക്കെ ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തുടക്കത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഗിയർ വരെയൊക്കെ ഇട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നവർ ഓടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഒരു തേർഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടത്തില്ല. അപ്പോൾ സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടേണ്ട ഒരു സാഹചര്യം വന്നാൽ നിങ്ങൾ തേർഡ് ഗിയറിലിട്ടൊന്ന് ഓടിക്കണമെന്നുണ്ടെങ്കിൽ സ്ട്രെയിറ്റ് റോഡിൽ മാത്രം പരമാവധി തേർഡ് ഗിയർ ഇടുക. ഒരു വളവോ തിരിവോ ഒക്കെ വരുന്ന സമയത്ത് തേർഡ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയർ കറക്റ്റായിട്ട് നേരത്തെ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് വാഹനത്തിന് വേഗത കുറയും. അപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടും. നിങ്ങളെ ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വണ്ടി ഇങ്ങനെ എടുത്തു. ഓക്കെ, ഇപ്പോൾ വണ്ടിക്ക് വലിയ വേഗതയില്ല. ഉടൻ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു. നോട്ടം ഇങ്ങോട്ടാണ്. ഒരു കാരണവശാലും കാലയിലേക്കോ ഗിയറിലേക്കോ നോക്കരുത്. നോക്കുന്ന സമയത്ത് വണ്ടി വേറെ വഴിക്ക് പോകും. അതുകൊണ്ട് അത് ഒരു കാരണവശാലും ചെയ്യരുത്. ഇങ്ങനെ തന്നെ നിങ്ങൾ നോക്കുക. ഒരു കൈ കൊണ്ട് ഇവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുക, ആക്സിലറേഷൻ കുറയ്ക്കുക, ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക. കണ്ടോ, ഇപ്പോൾ ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. ഇനി റൈറ്റ് സൈഡിലേക്ക് നമുക്ക് തിരിയണം. റൈറ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു, ബ്രേക്കിലേക്ക് വരുന്നു. അപ്പോൾ സെക്കൻഡ് ഗിയറിൽ നമ്മൾ തിരിയുന്ന സമയത്ത് ഇതേ ബ്രേക്കേ വന്ന് നമ്മൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് വാഹനത്തിൻ്റെ വേഗത സ്ലോ ചെയ്തുകൊണ്ട് ഇങ്ങനെ തിരിയുക. സ്പീഡ് നിങ്ങൾ പരമാവധി കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം. സ്പീഡ് നമ്മൾ എത്രത്തോളം കുറച്ചാൽ നമുക്ക് അത്രത്തോളം സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ കിട്ടും. സ്പീഡ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടില്ല. ഇത് 100% ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്പീഡ് നിങ്ങൾ പരമാവധി കുറയ്ക്കുക. ഇപ്പോൾ ഞാൻ വണ്ടി ഇങ്ങനെ എടുക്കുന്നു, ഒരു കൈ കൊണ്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്യുന്നു, സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ നമ്മുടെ വണ്ടി ഇതുപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും റോഡ് സ്ട്രൈറ്റ് ആയി തേർഡ് ഗിയറിലേക്ക് ഇട്ടു. കണ്ടോ, തേർഡ് ഗിയറിലേക്ക് ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ വാഹനത്തിൻ്റെ പിടുത്തം കുറയുമ്പോൾ സ്പീഡ് കൂടും. ഓക്കെ, സ്പീഡ് കൂടുമ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ തുടക്കത്തിൽ കിട്ടത്തില്ല. ഇനി തേർഡ് ഗിയറിൽ നിങ്ങൾ പോകുന്ന സമയത്ത്, അങ്ങനെ ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധയോടെയുള്ളൊരു ആക്സിലറേഷനും കൺട്രോളിങ്ങും ഓരോ വളവ് വരുമ്പോൾ ആക്സിലറേഷൻ ജസ്റ്റ് ഒന്ന് കുറയ്ക്കുക. എന്നിട്ട് വണ്ടി ഇടത്തോട്ടായി അല്ലെങ്കിൽ വലത്തോട്ട് തിരിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം പിന്നീട് ആക്സിലറേഷൻ കൊടുക്കുക. അതായത് ഇപ്പം നമ്മളിങ്ങനെ വരുന്നു, ഇവിടെ ഒരു വളവാണ്, ഇറക്കം കൂടിയ വളവാണ്. ഇവിടെ ആക്സിലറേഷൻ ചവിട്ടി പിടിക്കരുത്. ബ്രേക്കിലേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് ഇങ്ങനെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ തേർഡ് ഗിയറിൽ വന്നാലും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, വാഹനത്തിൻ്റെ വേഗതയെ നമ്മൾ ഓരോ വളവോ തിരിവോ വരുമ്പോൾ സ്ലോ ചെയ്യാനായിട്ട് ബ്രേക്കിലേക്ക് വരിക. ആദ്യം ആക്സിലറേഷൻ തന്നെ കുറയ്ക്കുമ്പോൾ വേഗത കുറയും. ഒപ്പം തന്നെ നമ്മൾ ബ്രേക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് വേഗത കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ഇപ്പം നിങ്ങൾ നോക്കിയേ, തേർഡ് ഗിയറിൽ ഞാൻ സ്ട്രെയിറ്റ് റോഡിൽ ഇങ്ങനെ പോവാണ്. ഇപ്പോൾ ഇവിടെ മുന്നിലായിട്ട് ചെറിയൊരു ഇറക്കം വരുവാണ്, എനിക്കതറിയാം. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു, ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ബ്രേക്കിലേക്ക് വരുന്നു. ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തിൻ്റെ വേഗത ഇറക്കത്ത് സ്ലോ ചെയ്തു, ചവിട്ടി കൊടുക്കുകയാണ്. ബ്രേക്ക് ഇങ്ങനെ ചവിട്ടി കൊടുക്കുന്ന സമയത്ത് വേഗത കുറഞ്ഞു, കൊള്ളിച്ചാണ് ചവിട്ടിയേക്കുന്നത്. അപ്പോൾ എനിക്കിതിവിടെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഞാനിവിടെ ചവിട്ടുന്ന ബ്രേക്കിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതായത് വണ്ടിക്ക് വേഗത കൂടുന്ന സമയത്ത് പലർക്കും എന്ത് ചെയ്യും, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിയറിംഗ് പോകും. അപ്പോൾ എന്ത് ചെയ്യുക, ബ്രേക്കും ആക്സിലറേഷനും കൃത്യമായിട്ടും ഒരു പ്രത്യേക രീതിയിൽ സ്പീഡ് കുറച്ച് ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ കാർ ഡ്രൈവിങ്ങിൽ പഠിച്ചിരിക്കണം. അപ്പം ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സ് നിങ്ങൾ എല്ലാം ഒന്ന് ഓർക്കുക. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാർ ഓടിക്കുന്ന സമയത്തുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്രോബ്ലങ്ങൾ നിങ്ങൾക്ക് കാർ ഡ്രൈവിങ്ങിൽ തീർച്ചയായിട്ടും മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. പരീക്ഷിച്ച് ഗുണമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.